വളരെ ചെറിയ മുതൽ മുടക്കുള്ള ഒരു ബിസിനസ് അവസരമാണ് എന്നിവിടെ പറയുന്നത്. വീട്ടമ്മമാർക്ക് പറ്റും, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിന് പറ്റും. അതുകൂടാതെ തന്നെ ഓൾറെഡി ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ സമയത്തിനനുസരിച്ച് നമ്മൾ മാർക്കറ്റ് ഒന്ന് കവർ ചെയ്യണം എന്ന് മാത്രം. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ബിസിനസ്സാണ്, നല്ല രീതിയിൽ വിറ്റഴിയുന്ന ബിസിനസ്സാണ്. നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, ഈ പ്രോഡക്റ്റുകൾക്ക് നല്ല വിപണിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെതായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അടിപൊളി ബിസിനസിനെ കുറിച്ചാണ് പറയുന്നത്. കാണുന്നവർക്ക് ഒരു പക്ഷേ ഇത് കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും അവർക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇവിടെ ആ ബിസിനസിന്റെ കൂട്ടുകൾ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മുമ്പോട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾ ആ കാൽക്കുലേഷൻസ് ഇല്ലെങ്കിൽ ആ മെഷർമെന്റ്സ് എല്ലാം ഒന്ന് എഴുതിയെടുക്കുക. അതിനുശേഷം പ്രാക്ടിക്കലായിട്ട് വീട്ടിൽ ചെയ്തു നോക്കുക. വീട്ടിൽ നിന്ന് തുടങ്ങാവുന്ന ബിസിനസ്സാണ്. ചെയ്തു നോക്കിയതിനു ശേഷം നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുമ്പോൾ, അതായത് നിങ്ങൾ ആ പ്രോഡക്റ്റ് ആദ്യം യൂസ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മാർക്കറ്റിൽ ഇറക്കാം. അതിനു മുമ്പ് ഒരു സ്റ്റഡി അത്യാവശ്യമാണ്. മാർക്കറ്റ് സ്റ്റഡി ഇല്ലാതെ ഒരു സാധനവും വിറ്റു പോകില്ല. അത് നിങ്ങൾ ഉറപ്പിക്കുക. ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് അത് വിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം എങ്കിൽ പോലും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മിപ്പിച്ചെടുക്കുക എന്നത് മാത്രമാണ്. നമ്മളുടെ ഈ ബിസിനസ് അവസരങ്ങൾ കേട്ടിട്ട് കുറെ ആളുകളെങ്കിലും ബിസിനസ്സിലോട്ട് വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഐറ്റം എന്താണ് എന്ന് നോക്കാം. ഇന്ന് നമ്മൾ മാംഗോ ജാം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെറിയ ഒരു ക്വാണ്ടിറ്റി ഇവിടെ പറയുന്നുണ്ട്. ആ ക്വാണ്ടിറ്റി നിങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടി മുമ്പോട്ട് പോകാവുന്നതാണ്. മാംഗോ ജാം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ആദ്യം മാങ്ങയാണ്. ഒരു 1/2 കിലോ മാങ്ങ നമ്മൾ എടുക്കുക. അത് നല്ല വിളഞ്ഞ മാങ്ങയാകാൻ ശ്രദ്ധിക്കുക, പഴുത്തതായിരിക്കരുത്. ഈ 1/2 കിലോ മാങ്ങ എടുക്കുമ്പോൾ നമുക്ക് 750 ഗ്രാം പഞ്ചസാര വേണം. കൂടെ വേണ്ടത് ഗ്രാമ്പൂ വേണം. ഒരു 6-8 ഗ്രാമ്പൂ എടുക്കണം. പിന്നെ വേണ്ടത് കറുവാപ്പട്ടയാണ്. ഒരു 1/2 ഇഞ്ച് നീളത്തിൽ ഒരു 5-6 കഷ്ണം കറുവാപ്പട്ട എടുക്കണം. ഈ കറുവാപ്പട്ടയുടെ തോത് കൂടരുത്, അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വേണ്ടത് മഞ്ഞ കളറാണ്. ഫുഡ് കളർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ആ കളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദെൻ വേണ്ടത് സിട്രിക് ആസിഡ് ആണ്. ഈ മഞ്ഞ കളർ വേണ്ടത് ഒരു നുള്ളു മാത്രം. ഈ പറഞ്ഞ ക്വാണ്ടിറ്റിക്ക് സിട്രിക് ആസിഡ് വേണ്ടത് 1 ടീസ്പൂൺ മാത്രമാണ് വേണ്ടത്. അപ്പോൾ എന്താണ് പ്രോസസ്സിംഗ് എന്ന് പറയാം. മാങ്ങയുടെ തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിക്കുക. ഈ വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ കറുവാപ്പട്ടയും ഗ്രാമ്പുവും കൂടെ ഇതിന്റെ കൂടെ ചതച്ചിടണം. എങ്കിൽ മാത്രമേ അതിന്റെ എസൻസ് അതിൽ പിടിക്കുകയുള്ളൂ. നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ ഈ ഇട്ട പട്ടയും ഈ ഗ്രാമ്പുവും അതിൽ നിന്നങ്ങ് മാറ്റുക. ഇനി മാങ്ങ നന്നായിട്ട് ഉടയ്ക്കണം. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അതിൽ സിട്രിക് ആസിഡ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അത് കുറുക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ ഉപയോഗിക്കാം. ബീറ്റർ നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഒരു 500 രൂപ 600 രൂപയുടെ റേഞ്ചാണ് അത് വരുന്നത്. അപ്പോൾ ഈ കുറുക്കിയ മാങ്ങ അത് ഒട്ടുന്ന പരുവമാകുമ്പോൾ, ഇങ്ങനെ നോക്കുമ്പോൾ ഒട്ടുന്ന പരുവമാകുമ്പോൾ മഞ്ഞ കളർ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോഴാണ് ആ മഞ്ഞ കളർ അതിൽ കൃത്യമായിട്ട് പിടിക്കുന്നത്. അതിനുശേഷം ഇത് വാങ്ങി വെക്കാം. വാങ്ങി വെച്ച് ആറിയതിനു ശേഷം ജലാംശമില്ലാത്ത കുപ്പികളിൽ നിറയ്ക്കണം. അത് പ്ലാസ്റ്റിക് ആണെങ്കിലും ചില്ല് കുപ്പിയാണെങ്കിലും ജലാംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇനി എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, ജാം പെട്ടെന്ന് കേടുവരുമോ എന്നുള്ളത്. ഇനി അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ക്വാണ്ടിറ്റി അനുസരിച്ച് 1-2 നുള്ള് പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും. 1/4 കപ്പ് ഈ തണുത്ത ജാം എടുത്തിട്ട് അതിൽ നന്നായി കലക്കുക. അതിനുശേഷം ജാമിൽ മിക്സ് ചെയ്യുക. സാധനം കേടുവരാതെ ഇരിക്കും. 1.5 വർഷമാണ് സാധാരണ കമ്പനിക്കാർ ജാമിന്റെ എക്സ്പയറി ഇട്ടിരിക്കുന്നത്. നമുക്കൊരു 6 മാസം കിട്ടിയാലും വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ ഈ ജാം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹൈജീനിക് ആയിരിക്കണം. എന്ത് കാര്യങ്ങൾ ചെയ്താലും ഹൈജീനിക് ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
കൂടാതെ ജലാംശമുള്ള കുപ്പികളിൽ ഇത് നിറയ്ക്കാതിരിക്കുക. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പ്രിസർവേറ്റീവ് എന്താണ് എന്ന്. അത് ചേർത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്, അത് അലൗഡുമാണ്. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ബോട്ടിലുകളാണ്. ഈ ബോട്ടിലുകൾ നമുക്ക് ഓൾറെഡി ഓൺലൈനിൽ കിട്ടും, ഇല്ലെങ്കിൽ നമ്മളുടെ ടൗണിൽ തന്നെ ഇത്തരത്തിലുള്ള ബോട്ടിലുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഈ ബോട്ടിലുകൾ ലഭിക്കുന്നതാണ്. പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കും ഇപ്പോൾ സൗകര്യം. കുപ്പികളിൽ അത്ര കണ്ട് നമുക്ക് ഒരു സെക്യൂരിറ്റി പറയാൻ പറ്റുകയില്ല. അതിനുശേഷം വേണ്ട നമുക്ക് ലേബലാണ്. ലേബലിൽ നമ്മളുടെ കമ്പനിയുടെ പേര്, MRP, എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിംഗ് ഡേറ്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വേണ്ടിവരും. അപ്പോൾ നമ്മൾ ഈ ലേബൽ ചെയ്യുമ്പോൾ നമുക്ക് ഫോസ്കോസിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഫോസ്കോസിന്റെ ലൈസൻസ് മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. ഫുഡിന്റെ അത് നമ്മൾ എടുത്തിരിക്കണം. തൽക്കാലം നമ്മൾ രജിസ്ട്രേഷൻ എടുത്താൽ മതി. 1 വർഷത്തേക്ക് 100 രൂപ മാത്രമേ അതിന് ചെലവുള്ളൂ. നമ്മൾ ഒരുമിച്ച് 5 വർഷത്തേക്ക് എടുത്തു വെച്ചാൽ മതി. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നറിയാൻ ഉള്ള വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്. FSSAI എന്ന് നമ്മളുടെ ചാനലിൽ സെർച്ച് ബോക്സിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. ഇല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറിയാലും FSSAIയുടെ വീഡിയോ അവിടെ കാണും. അപ്പോൾ ഇത്രയുമാണ് ഇതിനെ ശ്രദ്ധിക്കേണ്ടത്. വളരെ ചെറിയ ക്വാണ്ടിറ്റി, വളരെ ചെറിയ തുക കൊണ്ട് നമുക്ക് തന്നെ നിർമ്മിച്ച് നമുക്ക് വിപണനം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. ഇതിനകത്ത് വേറെ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഒരു തരത്തിലുള്ള ജാമാണ് ഇത്. പറഞ്ഞ ജാം ഉണ്ടാക്കുന്ന പല രീതികളുണ്ട്. വളരെ എളുപ്പമായിട്ടുള്ള ഒരു രീതി ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ പരിചയമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെ സ്ഥാപനങ്ങളെ പരിചയമുണ്ടെങ്കിൽ അവരുമായിട്ട് ഇത് ക്രോസ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് സർക്കാരിന്റെ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് DICയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്, ഖാദിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അവർ നിങ്ങൾക്ക് കൂടുതൽ ഗൈഡ് ലൈൻസ് നൽകുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ തന്നെ മുടക്കം കൂടാതെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.